മിഷൻ ഇമ്പോസിബിൾ ദി ഫൈനൽ റെക്കണിംഗ് ഡയറക്ടഡ് ബൈ ക്രിസ്റ്റഫർ മെക്വാറി. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ മുന്നേ ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഈ ഒരു സിനിമ ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്തതെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഞാൻ പ്രതീക്ഷിച്ചത് നല്ല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ഈ ഒരു സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ചത്. അതായത് ഇപ്പോൾ ഒരു 2.5-3 മണിക്കൂറോളം സിനിമ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് ഈ 3 മണിക്കൂറോളം ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ടച്ച് കൊല്ലണ സംഭവമല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇതിന് മുന്നത്തെ മിഷൻ ഇമ്പോസിബിൾ മൂവീസ് പോലെ എന്തെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റിയ പല സാധനങ്ങളുള്ള ഒരു മൂവി പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കയറിയത്. ചിലപ്പോൾ അതുണ്ടാവും എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു എന്താ പറയാ മലങ്കൾട്ട് പടം ആണ് എന്നുള്ളതല്ല. കാരണം ഇതില് ടെക്നിക്കലി പടം കിട്ടുവാണ്. ടോം ക്രൂസ് ഇതിൽ സെറ്റാണ്. ടോം ക്രൂസ് ഇതിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിതിട്ടുണ്ട് ആസ് യൂഷ്വൽ. അതൊരു പുതുമുള്ള കാര്യമില്ലല്ലോ. ബട്ട് സ്റ്റിൽ സിനിമ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര മണിക്കൂർ 3 മണിക്കൂറോളം സിനിമ ഉണ്ട്. ഈ സിനിമ ശരിക്കും ഒരു 1.25 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റിയൊരു പടം മാത്രമേ ഈ സിനിമയിലുള്ളൂ. അപ്പൊ ബാക്കി 1.25 മണിക്കൂറോളം എനിക്കത് നല്ല രീതിയിൽ ബോറടിച്ചിട്ടുണ്ട്. ഈവൻ അത് ആ ബോറടിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ സിനിമ എൻഗേജിങ് ആയിട്ട് മാറുന്ന സമയത്തും നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ സിനിമയിൽ നിന്ന് എപ്പോഴും പുറത്തിറങ്ങിയിരിക്കണം ബോറടിച്ചിട്ട്. മനസ്സിലായില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് മാത്രമല്ല, എനിക്ക് ഈ സിനിമ ഇതിന് മുന്നേ വന്നിട്ടുള്ള അതെന്താ പറയാ ഇതിന് മുന്നത്തെ സിനിമയിൽ മൂവീസിലൊക്കെ വന്നിട്ടുള്ള ക്യാരക്ടറൈസേഷൻ. ഇപ്പൊ വില്ലന്മാർക്കാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഹെൻറി കാവിലൊക്കെ വന്നിരുന്നല്ലോ മിഷൻ ഇമ്പോസിബിളിലെ വില്ലനായിട്ട്. ഇപ്പൊ ഹെൻറി കാവിലൊക്കെ തന്നിട്ടുള്ള ഒരു വില്ലനീസ് ഉണ്ട്. ആ ഹെൻറി കാവിലിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അതൊന്നും ഇതിലില്ല. ഇതൊരു മണ്ണ വില്ലനാണ്. അവന് ഇങ്ങനെ ലാസ്റ്റ് ഫ്ലൈറ്റ് ഓടുമ്പോൾ അവന്റെ മനം കുട്ടിച്ചിട്ട് ചിരിയുണ്ട്. ഇതിന്റെ മോൻ തരച്ചിട്ട് പൊട്ടിക്കാൻ തോന്നുന്നു. എന്തൊക്കെയോ. അപ്പൊ അത് ഈ തിരിക്കുമ്പോൾ ഭയങ്കര സംഭവം. അത് ഫ്ലൈറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു മഞ്ഞും ഒരു ഓപ്പൺ പ്ലെയിനും കൂടെ ഒരു കുറച്ച് സാധനങ്ങളാണ് ഏറ്റവും ക്ലൈമാക്സിൽ. അപ്പൊ അതിന് വില്ലിന് ടഫ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിധിച്ചിരിക്കുക. അപ്പൊ അതാണ് വില്ലന്റെ കഥ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് എന്താ പറയാ ഇതിന് മുന്നേ ടോം ക്രൂസ് അല്ല മിഷൻ ഇമ്പോസിബിളില് നമുക്ക് കിട്ടിയുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അതായത് ടോം ക്രൂസിന്റെ ടീമിലുള്ള ആൾക്കാർ മരിക്കണ സമയത്ത് ഇതിന് മുന്നത്തേല് നമുക്ക് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ മരിക്കരുതെന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ മരിക്കാൻ പോണ സമയത്ത് അവൻ രക്ഷപ്പെടണം എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സംഭവം ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇതിലാകെ പിന്നെ എടുത്ത് പറയാനുള്ളത് ഈ സിനിമയിൽ ഏറ്റവും ക്ലൈമാക്സിലുള്ള റെഡും ഞാൻ പറഞ്ഞ ഈ 2 ഫ്ലൈറ്റും തമ്മിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ ടോം ക്രൂസ് ഇതിലൊട്ടം നീളം കിഡാണ്. മനസ്സിലായില്ല. പക്ഷെ അത് പോരാ ഇങ്ങനത്തെ ഒരു സിനിമയിൽ. ഇതിപ്പോ ഞാനിത് ഇങ്ങനെ ഇരുന്ന് പറയുന്ന സമയത്ത് ടോം ക്രൂസ് കിട്ടുവാണെന്ന് അങ്ങനത്തെ ഒരു പടമല്ല. ടോം ക്രൂസ് കിട്ടുക അതാണ് ആകെ ഒരു പോസിറ്റീവ് എന്ന് ഒരു മിഷൻ ഇമ്പോസിബിൾ മൂവി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നരുത്. എനിക്ക് പേഴ്സണലി ആകെ ടെക്നിക്കലി ഈ പടം നൈസാണ്. ടോം ക്രൂസ് കിട്ടുവാണ്. 2 പോസിറ്റീവ് ഈ സിനിമയിൽ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും തന്നെ ഈ സിനിമ നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി ബോറിംഗ് ആയിരുന്നു. ഈ ഒരു സിനിമ അത് മാത്രമല്ല ഓഡിയൻസ് റെസ്പോൺസ് ഒക്കെ വന്ന് കണ്ട സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിലെ ബെസ്റ്റ് മൂവി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഈ ടോം ക്രൂസ് പോലത്തെ ഒരു ആക്ടർ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിയിൽ ജീവൻ വരെ കൊടുത്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്ര അധികം റിസ്കി ഷോട്ട്സ് മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിയിൽ ടോം ക്രൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ടറിനെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത്ര ആക്ഷനെ ചെയ്യാൻ കഴിവുള്ള, അത്രയധികം പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ആക്ടറിനെ കിട്ടിയെങ്കിൽ ഈ ഒരു പടമാണോ ഇവർക്ക് എടുക്കാൻ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. കാരണം ടോം ക്രൂസ് എന്ന് പറഞ്ഞത് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ്. മനസ്സിലായില്ല ടോം ക്രൂസ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ടറിനെ കിട്ടിയിട്ട് എന്താണ് ഇവർ ചെയ്ത് വെച്ചെന്നാൽ എനിക്ക് ഇപ്പോഴും ഒരു കുരുത്തം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ സിനിമനെ പറ്റി ഇങ്ങനെ കുറെ വലിച്ചു നീട്ടി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം സിനിമയിൽ അതിന് മാത്രം ഒന്നുമില്ല. പിന്നെ ഒരു എന്താ പറയാ കടലിന്റെ അടിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നു. നല്ല ബോറിംഗ് ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ടെക്നിക്കലി പടം കിട്ടുകയാണ്. ആ സമയത്തുള്ള ടോം ക്രൂസിന്റെ പെർഫോമൻസും കിട്ടുവാണ്. പക്ഷെ സാധനം ബോറിംഗ് ചെയ്യുന്നു. അതേ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് അടിക്കാൻ വിചാരിക്കാം. ഇതിപ്പോ അതല്ലല്ലോ അവസ്ഥ. അതേപോലെ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സമയത്ത് ഇത് തിയേറ്ററിൽ കാണാനൊരു പടം ഉള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഇല്ല എന്നുള്ളതാണ്. ആക്ഷൻ സീക്വൻസ് എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരലിൽ എണ്ണാവുന്ന 2-3 ആക്ഷൻ സീക്വൻസ് മാത്രമുള്ളൂ. പിന്നുള്ളത് ആ ക്ലൈമാക്സിലുള്ള മഞ്ഞും ചോപ്പും പ്ലെയിനും തമ്മിലുള്ള അഭ്യാസമാണ്. പക്ഷെ അതൊന്നും വലിയ സംഭവമല്ല. മിഷൻ ഇമ്പോസിബിൾ പോലത്തെ ഒരു മൂവിയിൽ അത് സംഭവമല്ല. മനസ്സിലായി. ഇതിപ്പോ ആദ്യമായിട്ട് ഒരാൾ ഈ സിനിമ ഇരുന്ന് കാണുമ്പോൾ മിഷൻ ഇമ്പോസിബിൾ ഇതിന് മുന്നത്തെ മൂവീസ് അല്ലെങ്കിൽ ഈവൻ ബോളിവുഡിൽ പോലും വേറെ മൂവീസ് ഒന്നും കാണാത്ത ഒരാൾ ഇത് വന്നിരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ടെക്നിക്കൽ സൈഡ് ഓഫ് ദി മൂവി ആൻഡ് ടോം ക്രൂസ് ആണ് എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എനിക്ക് സിനിമ ഒരു രീതിയിൽ എനിക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സിനിമയിൽ പിന്നും കുറച്ചെങ്കിലും ഭേദം എന്ന് പറയാൻ അവസാനത്തെ ഫ്ലൈറ്റിന്റെ സംഭവം കൊള്ളൂ. പക്ഷെ അത് ഈ സിനിമയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ടോം ക്രൂസ് നല്ല രീതിയിൽ എഫോർട്ട് എടുത്തിട്ടുണ്ട്, പാവം മനുഷ്യൻ. പക്ഷെ ഈ സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. യാതൊരു ഫീലും ഇല്ല. പിന്നെ ഒരു ക്യാരക്ടറൈസേഷൻ ഇല്ല. അപ്പൊ ഈ ടോം ക്രൂസിന്റെ ക്യാരക്ടറിന് വരെ ഒരു ക്യാരക്ടറൈസേഷൻ ഇല്ല. പിന്നെ ഈതൻ എന്ന് പറഞ്ഞ ടോം ക്രൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ മുന്നത്തെ മൂവീസിലൊക്കെ എന്താണ് ഈതൻ എത്രത്തോളം റിസ്ക് ആയിട്ടുള്ള മിഷൻസ് ഒരു ക്യാരക്ടർ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു വില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല. അതേപോലെ തന്നെ ഈവൻ ഒരു എന്താ പറയുക ടോം ക്രൂസ് ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തും ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് ഒരു കണക്ഷൻ തോന്നണ്ടേ? അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ.
അപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷൻ ഈ ഒരു സിനിമയിൽ ടോം ക്രൂസിനോട് പോലും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതായത് ഈത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പൊ ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.